ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജോർജ് ജോസഫ് സാർ SPI റിട്ടയർ ചെയ്ത ജോർജ് ജോസഫ് സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ജോസഫ് സാർ വന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോയിൽ കുറച്ച് റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉണ്ണി മൂന്തൻ വിഷയത്തിൽ ജോർജ് ജോസഫ് സാർ വന്നിരുന്ന അഭിപ്രായം പറഞ്ഞു. ഇതിൽ മാത്രമല്ല, പല കൊലപാതക കേസ് നടക്കുമ്പോഴും കൊലപാതകം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ന്യൂസ് വരുമ്പോൾ തന്നെ ജോർജ് ജോസഫ് സാറ് ഒരു മേശയും കസേരയും പിടിച്ചിട്ടിട്ട് അവിടെ അവർ മരിക്കുകയുണ്ടായി. കൊല്ലാൻ വന്ന ആളിൻ്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചെടുത്തു. കത്തിക്ക് മൂർച്ച നല്ല കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് ആഴത്തിലുള്ള മുറിവുണ്ടായി. മുറിവിൽ നിന്നും രക്തം വലിച്ചു താഴെ വീണു. മൊത്തം കെട്ടിക്കിടക്കുകയായിരുന്നു. ആകെ വൃത്തികേടായതിനാൽ പോലീസുകാർക്ക് അകത്തോട്ട് കയറാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പുള്ളി പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലിലൂടെ, യൂട്യൂബ് ചാനലിൽ കൂടെ പുള്ളി വന്നിരുന്നത് കഥ മെനയുന്നത്. കഥ മെനയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. നമുക്ക് അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ണിമൂന്നിൻ്റെ വിഷയത്തിലോട്ട് വരാം. ഇതിനകത്ത് ഉണ്ണിമൂന്നിൻ്റെ മാനേജർ വന്നിട്ട്, അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഒരു മാനേജർ എന്ന് അവൻ തന്നെ സ്വന്തം അവകാശപ്പെടുന്നു, അല്ലാതെ ഉണ്ണിമൂന്നൻ പറയുന്നില്ല അവൻ മാനേജറാണെന്ന്. അവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ മാനേജറാണ്, ഇതേപോലെ ഇത് ഇങ്ങനെ എന്നെ അടിച്ചു എന്നൊക്കെ അവൻ വന്ന് പറഞ്ഞതിൻ്റെ തുടർന്ന് പ്രൈം വിറ്റ്നസ്സിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് സാർ വിഷയം? നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസ്. എന്താണ് കേസ്? അത് പറ. ഉണ്ണിമുകുന്ദന്റെ മാനേജരായി, പ്രൊഫഷണൽ മാനേജരായ വിപിൻ കുമാർ എന്ന വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് FIR എടുത്തിരിക്കുന്നത്. ഈ ഉണ്ണിമുകുന്ദനും ഈ പറഞ്ഞ ആളും തമ്മിൽ എന്താണ് ബന്ധം? എത്ര കാലത്തെ ബന്ധമുണ്ട്? വിപിൻ കുമാർ ഏകദേശം 18 വർഷത്തോളമായി അദ്ദേഹം ഫീൽഡിൽ നിൽക്കുന്നു. 6 വർഷമായിട്ട് ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറാണ്. ഓഹോ, എന്നിട്ട് ഉണ്ണിമുകുന്ദൻ പറയുന്നില്ല അയാൾ മാനേജറൊന്നും അല്ല. അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അയാൾ മാനേജർ അല്ല, അയാൾ പല സിനിമകളുടെയും പ്രൊമോഷനായിട്ട് പങ്കെടുക്കുന്ന ഒരാൾ. ഒരാളിന്റെ മാനേജർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് പല സിനിമകളിലെ പ്രൊമോഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നത്? എന്താണ് ഈ വിഷയത്തിൽ സാറിന്റെ കഥ? അതൊന്ന് കേട്ടാ കൊള്ളായിരുന്നു. അതില്ല, ഉടനെ കാണണം എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ കാക്കനാട്ടെ ഈ പ്രൊഫഷണൽ മാനേജർ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി. അതിന്റെ താഴത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തി കാർ പാർക്കിംഗ് ഏരിയയിൽ. അതിനുശേഷം അയാളുടെ മുഖം നോക്കി ഇടിച്ചു. അയാളുടെ മുഖത്തെ കണ്ണാടി, വിലയേറിയ കണ്ണാടി തറയിലിട്ട് ചവിട്ടി. അയാളെ ചീത്ത വിളിച്ചു. അയാളെ കൈ രണ്ടും പുറകോട്ട് പിടിച്ചു കെട്ടി അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഭീകരമായിട്ട് അയാളെ മർദ്ദിച്ചു, ചീത്ത വിളിക്കുകയും ചെയ്തു. ഇത് കണ്ട് അദ്ദേഹം വിളിച്ചു. അപ്പൊ അതിന് ആ ഫ്ളാറ്റിൽ താഴെ താമസിക്കുന്ന ആരോ 1-2 പേര് ഓടി വന്ന് പിടിപിടിച്ചു. ആഹാ, എന്തൊരു കഥ! വിപിൻ കുമാർ പോലും ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് നേരിട്ട് കണ്ടതുപോലെയാണല്ലോ ഇങ്ങനെ സംസാരമൊക്കെ. സാറിന് ഈ ഉണ്ണിമുകുന്ദനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ബോഡിയൊക്കെ പെരുപ്പിച്ച് നടക്കുന്ന നടന്മാരെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? സാർ അതൊന്ന് കേട്ടാ കൊള്ളായിരുന്നു. കാരണം മലയാളത്തിലെ നാട്യം അല്ലെങ്കിൽ അഭിനയം അറിയാവുന്ന ഒരാള് ആണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. പലരും സിനിമാ മോഹമായിട്ട് ഇവിടെ വരും. ചിലര് ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പെരുക്കി അങ്ങനെ താരമായവർ പലരും ഉണ്ട്. അവർക്കൊന്നും അധികം ഭാവിയില്ല. കാരണം അവരെ ആ രീതിയിൽ ഒരു സിനിമ ചിലപ്പോൾ ഓടിയൊന്നും വരാം, പിന്നീട് ഓടാനുള്ള സാധ്യത. അയ്യോ, അപ്പൊ ഈ സൽമാൻ ഖാന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ സാറേ? പോട്ടെ, സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പം അല്ലെങ്കിൽ ഇതുവരെയുള്ള മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരാണ് സാർ? അതൊന്ന് പറയാമോ സാർ? ഏറ്റവും വലിയ നടന്മാരിലെ ടോപ്പ് റാങ്കിങ് മലയാളത്തിലും ബംഗാളിലുള്ള നടന്മാർക്ക് തന്നെ. ഹിന്ദി നടന്മാരെല്ലാം വലിയ പോപ്പുലർ നടന്മാരും അങ്ങനെ പോപ്പുലറായ സിനിമകൾ എടുക്കുന്നത് കൊണ്ടൊക്കെ ആകാം. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നടനും സത്യനോളം വരില്ല, അല്ലെങ്കിൽ കൊട്ടാരക്കരയോളം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെയൊക്കെ ചെറുപ്പം മുതലും അന്നും ഇന്നും ഒക്കെ കാണുന്നത് അഭിനയത്തിന്റെ മുഹൂർത്തങ്ങൾ കാണണമെങ്കിൽ സത്യന്റെ സിനിമ. മോഹൻലാലിന്റെ 65ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിൽ, അല്ലെങ്കിൽ ഒരു ചടങ്ങല്ല, പുള്ളി ചെയ്ത വീഡിയോയിൽ പുള്ളി പറഞ്ഞതാണ് ഇതേപോലെ സത്യന് കൊട്ടാരക്കരയോളം ഒന്നും മോഹൻലാൽ അഭിനയിക്കാൻ അറിഞ്ഞുണ്ടെന്ന് മോഹൻലാൽ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ലാലേട്ടനെ എത്രത്തോളം പരമാവധി താഴ്ത്താൻ പറ്റുമോ, പരമാവധി എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത് പുള്ളി മാന്യമായിട്ടുള്ള ഭാഷയിൽ താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോകളൊക്കെ എടുത്ത് നിങ്ങൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പോഴും ഇദ്ദേഹം വിശ്വസിക്കുന്നത് കൊട്ടാരക്കരയും സത്യനും ചെയ്യുന്ന റോളുകൾ പോലുള്ള അഭിനയ പ്രാധാന്യം അല്ലെങ്കിൽ അത്രത്തോളം അഭിനയം മോഹൻലാലിന് അറിഞ്ഞുകൊണ്ടെന്നാണ് പുള്ളി വിചാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾ പുള്ളിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, പുള്ളി മോഹൻലാലിന്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് മോഹൻലാലിന് എങ്ങനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം, കാരണം ഒരാളുടെ വീഡിയോ ചെയ്യുമ്പോൾ അയാൾ അത്രയ്ക്ക് താഴ്ത്താൻ പറ്റുമല്ലോ, പക്ഷെ താഴ്ത്താൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവൽ പുള്ളി താഴ്ത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കൊലപാതകം ഉണ്ടാകും, ഇങ്ങനെ ഉടനെ തന്നെ 1 മണിക്കൂറിനകത്ത് തന്നെ ദ പ്രൈം വിറ്റ്നസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്നും കൊണ്ട് അതിനെക്കുറിച്ച് വധം കഥകൾ എന്ന് വെച്ചാൽ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ചിരി വരുന്ന രീതിയിലുള്ളൊരു കൊച്ചു കുട്ടികളുടെ ബാലരമയിലുള്ള കഥകൾ പോലെ അതിൻ്റെ ലോജിക്ക് ഇല്ലാത്ത ഓരോ സംസാരങ്ങളാണ് പുള്ളി ഇവിടെ വന്ന് സംസാരം. പുള്ളി പണ്ടത്തെ SP ആണ്, അപ്പോൾ പുള്ളിക്ക് അതിനനുസരിച്ചുള്ള ഗ്രാഹിയെ കാണുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് പോകാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുഖം തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെന്ന് അങ്ങനെയാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. എടീ പോലീസ് അന്വേഷിക്കണമെന്നല്ല പുള്ളി പറഞ്ഞത്, ആദ്യം തന്നെ പിടിച്ച് പുള്ളിയെ റിമാൻഡ് ചെയ്യണം. ഇങ്ങനെ കഥ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ സ്വന്തം ഇങ്ങേർക്ക് നേരിട്ട് കണ്ടതുപോലുള്ളൊരു കഥയാണ് ഇങ്ങനെ ഇതിനകത്ത് മെനഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇയാളെ പോലുള്ള SP എങ്ങനെയാണ് ഇയാളെ പോലീസിലെടുത്തതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതുപോലൊരു വിടുവായൻ എനിക്ക് തോന്നുന്നില്ല വേറൊരാൾ പോലീസ് ഓഫീസേഴ്സിനകത്തുണ്ടെന്ന്. കാരണം സ്വന്തമായിട്ട് പൈസ കിട്ടുമായിരിക്കും, യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ പൈസ കിട്ടാൻ വേണ്ടി ഇതുപോലെ വന്നിരുന്ന് നുണ പ്രചരിപ്പിക്കുന്ന ഒരാളുടെ പുള്ളിക്കെതിരെയും കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉണ്ണിമുഖത്തിനെതിരെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും പുള്ളി നേരിട്ട് കണ്ട രീതിയിലാണ് പുള്ളി ഒരു വീഡിയോയിലൂടെ ഉണ്ണിമുഖത്തിനെ അവമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിനെതിരെ ഒരു കേസെടുത്ത് മാനനഷ്ടത്തിനെതിരെ ഉണ്ണിമുഖത്തിന് ഒരു കേസ് കൊടുക്കണം പുള്ളിക്കെതിരെ. കാരണം ഇത്രയും വലിയൊരു SP ആയിട്ടിരുന്ന ഒരാൾ ഇവിടെ വന്നിരുന്ന വീഡിയോയിൽ വന്നിരുന്ന ഉണ്ണിമുഖത്തിനെ അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം, ഉണ്ണിമുഖത്തൻ മറ്റവനാണ്, ഉണ്ണിമുഖത്തിനെ അഭിനയിക്കാറിനൂടെ, ഉണ്ണിമുഖത്തൻ ഇതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചെങ്കിൽ അത്രത്തോളം ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളിനെ അപമാനിച്ചുവെങ്കിൽ ഒരു തെളിവും ഇല്ലാതെ ഇപ്പോൾ പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അതിനൊന്നും തെളിവില്ല, അടിച്ചിട്ടില്ലെന്ന്. ഉണ്ണിമുഖത്തിന് വന്ന് പറഞ്ഞു അടിച്ചിട്ടില്ലെന്ന്. ഇപ്പം മാനേജർ എന്ന് പറയുന്ന അവനെ കാണാനില്ല. മാനേജർ ആണെങ്കിൽ അവൻ തന്നെ പറയുന്നത് അവൻ കുറേ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, അല്ലാതെ അവൻ മാനേജറൊന്നും അല്ല. അവൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ മാനേജറാണെന്ന് പറഞ്ഞതാണ്. അതിനെ താങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് പ്രൊഫഷണൽ മാനേജറല്ല പ്രൊഫഷണൽ എന്തൊക്കെയാ കേൾക്കണം. അപ്പം ഇങ്ങനെ സിനിമ പ്രാവീണ്യത്തിനെ കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട. കാരണം ഇങ്ങനെയുള്ള പല വീഡിയോസ് കാണുമ്പോഴും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്, നമുക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പം ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.